السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما رب زدنا علما رب زدنا علما. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. ക്രിസ്തു സഹോദരന്മാർ, ഇൽമു പഠിക്കാൻ നോക്കൂ ആഗ്രഹിച്ചു വന്നതായ അള്ളാഹുടെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ നോക്കൂ കരുതിയിട്ട് വന്നതായ വിദ്യാർത്ഥിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനവും നിരോധനവും നിർദ്ദേശവും ജീവിതത്തെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവിക്കുന്നതായ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനവും നിരോധനവും നിർദ്ദേശത്തെ ഒരടി പോലും എതിർക്കാണ്ട് അതങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നതായ യഥാർത്ഥ വിദ്യാർത്ഥിയായിട്ട് ജീവിക്കണമെങ്കിൽ, യഥാർത്ഥ മുത്തഖിയായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല മറക്കാണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും വസിയത്ത് തന്നോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതായിട്ട് സൂറത്തുൽ തലാഖിൽ சொன்னது, ومن يتق الله يجعل له مخرجا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂക്ഷിക്കലാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനവും നിരോധനവും നിർദ്ദേശവും ജീവിതത്തെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവിക്കലാണ്. യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു അവനു ഒരു കൂമ്പയി കാട്ടാനായിട്ട് ഏത് സന്ദർഭത്തിൽ പ്രയാസത്തിലിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പുറത്തു പറവുള്ളത് ഒരു തെരു അല്ലാഹു ആക്കി കൊടുക്കാനായിട്ട് ഇത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം തന്നതായിട്ട് വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റിസ്ക് കൊടുക്കാനായിട്ട്. അതെ, ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ റിസ്ക് ഇല്ലാണ്ട് ഒരു മനുഷ്യരും ജീവിക്കുക സാധ്യമില്ല. ഒരു മനുഷ്യ ജീവിക്കുന്ന ടൈം അവന്റെ ജീവിതത്തിൽ റിസ്ക് അനിവാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആല വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഇത് തഖ്വയിൽ നിന്ന് കിട്ടതായിട്ട് അതായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിരോധന നിർദ്ദേശ എന്തെല്ലാം ഉണ്ട് അത് മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നത് ആത്മാറാവണം. കാതുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് ഇതെല്ലാത്തിനും സ്വീകരിക്കുന്നത് ആത്മാറാവണം. ഇതേറ്റിക്ക് ഒന്നാമത്തെ വസിയത്ത്. അതേക്കുറിച്ചത്തെ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയത്തുള്ളത് അഹ്മിയത്തു ദിറാസത്തിൽ ഹദീസ്. ഹദീസ് പഠിക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു തന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്ര ഹദീസ് അത് പഠിക്കുന്നതിന് മഹത്വവും അതേപോലെ അതിന് ഇമ്പോർട്ടൻറ്റുമായിട്ട് ഇന്നത്തെ ഈ സദസ്സിൽ ചില ഉദ്ദേശിച്ചു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സംരക്ഷിക്കരുത് ഏറ്റെടുത്തത് രണ്ട് കാര്യത്തിലായിട്ട്. ഒന്നാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിനെ ഏറ്റെടുത്തതായിട്ട് സംരക്ഷിക്കാനായിട്ട് ഏറ്റെടുത്തതായ കാര്യമായിട്ട്. ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ എത്തിപ്പാട്ടിറ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിക്ക് എങ്ങനെ പഠിപ്പാട്ടി തന്നറ, ആ രൂപത്തിൽ പഠിക്കര ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമായിട്ട്. അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ ബാക്കിയാവും ചൊല്ലത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമായിട്ട്. അപ്പൊ ഖുർആനും സുന്നത്തുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ബാക്കിയാക്കരുത്. ഈ ഖുർആനും സുന്നത്തോടായിട്ട് അല്ലാഹു ബാക്കിയാക്കരേ. അല്ലാഹു സുബ്ഹാനഹു വ തആല சொன்ன പോലെ ബൽ ഹുവ ആയാതുൻ ബയ്യിനാത് ഫി സുദൂരിൽ ലദീന ഊതുൽ ഇൽം. ഇൽമിന്നതായ ആത്മാരുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതായ ജന്റെ കാര്യമായിട്ട്.
അപ്പൊ ഈ കാലഘട്ടത്തില് ഹദീസ് പഠിക്കൽ ചൊല്ലത് ചുമ്മ മഹത്വമുള്ള കാര്യമായിട്ടിക്കൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തില് ഹദീസ് പഠിച്ചത്ര പഠിപ്പു ഈ കാലഘട്ടത്തിൽ അതൊരു 1% ഇല്ലാണ്ടായിട്ടിരിക്കും. പണ്ടത്തെ കാലഘട്ടത്തിൽ ഹദീസ് പഠിച്ചതായ ഹദീസ് കൊടുത്തതായ അഹമ്യത്ത് ഈ കാലഘട്ടത്തിൽ അത് കിട്ടുകയില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ ഹദീസ് പഠിക്കവും ചുമ്മ വർഷം ചുമ്മ തിങ്കളും യാത്ര പോയിട്ടായിട്ടിരിക്കാർ. ഒരേ ഹദീസ് ഫഹ്മാക്കവും 40 വർഷം 40 നാളും 40 തിങ്കളും എട്ടുന്നതായ പണ്ഡിതന്മാരായിട്ടിരിക്കാർ. അതെ ഇപ്പത്തെ ഒരു ഹദീസിക്ക് ഒരു 10 മിനിറ്റും ഒരു 5 മിനിറ്റും എടുക്കുന്നതായ കാലഘട്ടത്തിലേക്കിരുന്ന ഉള്ളേ. ഹദീസിന്റെ വിജ്ഞാനവും ഹദീസിന്റെ പഠനവും അത് കുറോടിയായിട്ട് പോയത്. അത് കേട്ടിക്കരെ ഹദീസ് പഠിക്കാത്തങ്ങ ഹദീസിൽ നിഷേധിച്ചോണ്ടും ഹദീസിൽ ഒരു വിഭാഗം അറിയാട്ട് ബാഹ്യമായിട്ട് മാത്രം ഹദീസിൽ നോക്കിയിട്ട് ഹദീസ് ഒന്നും ഉപയോഗിട്ടില്ല, അല്ല ഖുർആൻ മാത്രമേ എനിക്ക് ചെന്നുള്ളത്. അത് കേട്ടിക്കർ എന്തിനായിട്ടിക്കർ ഹദീസ് യഥാർത്ഥത്തിൽ ഹദീസ് പഠിച്ചിട്ടായെങ്കിൽ ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ എന്തിനായിട്ടിക്കർ കുറവില്ലേ? യഥാർത്ഥത്തിൽ ഹദീസ് പഠിച്ചിട്ടായെങ്കിൽ എന്തിനായിട്ടിക്കർ ഒരു മുഅ്മിൻക്ക് കിട്ടതായ ഒരു വിഷയം അറിയാണ്ടിട്ടിക്കർ ഇപ്പത്തെ ആൾമാർ പൽക്ക പറഞ്ഞുള്ളത്. നമുക്ക് ഹദീസ് എന്ത് വേണ്ട, ഖുർആൻ മാത്രമായി ഹസ്ബി ബി കലാമില്ല, അള്ളാഹുടെ കലാം മാത്രമായി നക്ക് ഖുർആൻ മാത്രമായി സുന്നത്ത് വേണ്ടിട്ടില്ല. പിരിശുദ്ധ മുഅ്മിനീങ്ങളെ, പിരിശുദ്ധ സഹോദരന്മാരെ, ഇങ്ങനത്തെ എല്ലാവർക്കും ഒരു ചാലഞ്ച് വെക്കുള്ളത്. ഇൻകാറു സുന്ന ചൊല്ലത ഒരു കിതാബില് അർറദ്ദു അലാ മുൻകിരി സുന്ന ചൊല്ല കിതാബില് അതിൽ എഴുതിയതായ ആള് അതില് ഇങ്ങനത്തെ ഹദീസ് ഖുർആൻ എനിക്ക് ചാലഞ്ച് വെക്കരുത്. ഖുർആൻ മാത്രമായി ഹദീസ് വേണമെങ്കില്ല ചൊല്ലതായ ആൾമാർക്ക് ചാലഞ്ച് വെക്കരുത്. എന്തിരേറ്റിക്കറത് നിങ്ങൾ ചൊല്ലാറ് അയാൾ സമ്മതിക്കറതെ നിങ്ങൾ ചൊല്ലാറ് ഹദീസ് വേണ്ട, നിങ്ങൾ ചൊല്ലാറ് ഹദീസ് വേണ്ട, ഖുർആൻ മാത്രമേ. അപ്പൊ 2-3 ക്വസ്റ്റ്യൻക്ക് നിങ്ങൾ ആൻസർ ആക്കണം. 3 ക്വസ്റ്റ്യൻക്ക് നിങ്ങൾ ആൻസർ ആക്കണം. നിങ്ങൾ ആൻസർ ആക്കിയിട്ടെങ്കിൽ ഞാൻ നിങ്ങൾ ചൊല്ലത് ഖുർആൻ മാത്രമായിട്ട് അംഗീകരിക്കുക. എന്തോ നിങ്ങൾ ചൊല്ലത് ഖുർആൻ മാത്രമായിട്ട് ഞാൻ അംഗീകരിക്കുക. അതിൽ 3 ക്വസ്റ്റ്യൻ കേൾക്കരുത്. അതിൽ ചൊല്ലു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ചൊന്നു അഖിമിസ് സ്വലാഹ്, നീ എന്താ കറു നിസ്കരിക്കറു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊമ്മമത്തെ ചെന്നതായ ഒരു പൽക്കേട്ടിക്കറ് നിങ്ങൾ നിസ്കരിക്കറു. അപ്പൊ ഈ പണ്ഡിതൻ കേട്ടിട്ട് ഈ ഒരു നിസ്കാര ചൊല്ലത് അതിന് നിങ്ങൾ ഈ നിസ്കാരത്തെ എങ്ങനെ സമീപിക്കറ, നിസ്കാര ചൊല്ലത ഇബാദത്തിനെ നിങ്ങൾ അതിനെ എങ്ങനെ മനസ്സിലാക്കറ, എത്ര റക്അത്തിട്ട് നിങ്ങൾ നിസ്കരിക്കറ, എത്ര വഖത്തിട്ട് നിങ്ങൾ നിസ്കരിക്കറ, നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്ത് കിട്ടിയോ? എന്ത് മറുപടി ഉണ്ടാ? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാര ഇത്ര വഖത്തായിട്ടിക്കറ് 5 വഖത്തായിട്ടിക്കറ് നിസ്കാര 5 വഖത്ത്. ഇനി 5 വഖത്ത് അംഗീകരിച്ചെങ്കും ഫജ്ർക്ക് 2 റക്അത്തായിട്ടിക്കറ്, ളുഹുർക്ക് 4 റക്അത്തായിട്ടിക്കറ്, അസർക്ക് 4 റക്അത്തായിട്ടിക്കറ്, മഗ്രിബ് 3 റക്അത്തായിട്ടിക്കറ്, ഇശാക്ക് 3 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നറാ ഇല്ല. പിന്നെ ഈ കാര്യമെല്ലാം 6 പഠിപ്പാട്ടിരോ? ഇതിക്ക് ഉത്തരം നിങ്ങൾ തരണം. നിങ്ങൾ ഹദീസ് എടുക്കില്ലാട്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഖുർആനിൽ നക്ക് വെച്ചിട്ട് എന്താക്കുന്നു, ഖുർആനിലെ നിസ്കാര ചൊല്ലിയത് ഇങ്ങനെ ഇട്ടിക്കര്, ഈ രൂപത്തിലേറ്റിക്കര്, ഇത്ര സുജൂദ് ഉണ്ടോ, ഇത്ര റുക്കൂഉണ്ടോ, ഇങ്ങനെയല്ല ചൊല്ലണം. ഇതെല്ലാം ഖുർആനിൽ നക്ക് തെരിയിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേതായി കേൾക്കറോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് കൊടുക്കണം ചൊന്നത് അല്ലേ? സകാത്ത് കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് എത്തിക്കര്. അപ്പൊ ഇയാൾ കേൾക്കറോ, നിങ്ങൾ സകാത്ത് കൊടുക്കാനായിട്ട് അംഗീകരിക്കാറ് അല്ലേ? അപ്പൊ സകാത്ത് എത്ര നാളിൽ കൊടുക്കണു, എപ്പോ കൊടുക്കണു, എത്ര കണക്ക് കൊടുക്കണു, എന്തിരത്തിലുള്ള സകാത്ത് ഉണ്ടു, എത്ര സകാത്ത് കൊടുക്കാറ്, ഇതെല്ലാം നിങ്ങൾക്ക് ഖുർആനിൽ കിട്ടാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്തം തരാം, ഒരിക്കലുമില്ല. ഇതെല്ലാം വിശദീകരിച്ചത് ഹദീസ് എത്തിക്കരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജാക്കി ചൊന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ഉത്തര കൊടുക്കേണ്ട ഹജ്ജാക്കുന്നുണ്ട്. അപ്പൊ ഹജ്ജിലെ നിബന്ധനരായിട്ടിക്കറ്, ഹജ്ജ് എപ്പോ ഇട്ടിക്കറ അവിടെ, ഏത് തിങ്കളത്തിലിട്ടിക്കറ് ഹജ്ജ് അവരെ. അപ്പൊ ഏത് തിങ്കൾ പിടിയായിട്ടെങ്കും ഏത് നാളിലേറ്റിക്കറ് തുടങ്ങരെ. ഹജ്ജിക്ക് എന്തെല്ലാം ആക്കിയ ഹജ്ജ് ബാത്തിലവറും, എന്തെല്ലാം ആക്കിയ കേട്ടിക്കറ് ഹജ്ജ് സ്വീകരിക്കര്.
எப்ப இட்டுக்கிற ஹஜ்ஜு பூர்த்தவரே இதெல்லாம் குர்ஆன்ல அல்லாஹ் சொன்னான் ഇല്ല, ഇതെല്ലാം വിശദീകരിച്ചത് സുന്നത്തായിട്ടിക്കർ. അപ്പൊ ക്വസ്റ്റ്യൻ കേൾക്കൂല്ലേ, ഈ 3 ക്വസ്റ്റ്യനും ഈ 3 കാര്യവും അർക്കാനുൽ ഇസ്ലാമായിട്ടിക്കർ, ഇസ്ലാമിന്റെ റുക്നായിട്ടിക്കർ. ഈ റുക്നെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കോ ഓർത്തേ. ഹദീസില്ലാട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാവില്ല. ഇതിൽ നിങ്ങൾ ഇനി ഹദീസില്ലാട്ടെങ്കിൽ ഇത് ആക്കണമെങ്കിൽ അത് അമൽ സ്വീകരിക്കില്ല. ആ അമൽ ഇബാദത്തിൽ സ്വീകരിക്കപ്പെടില്ല. കാരണം അത് അല്ലാത്ത രൂപത്തിലേക്ക് ഇബാദത്താക്കറോ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നിഷേധിക്കണമെങ്കിൽ നിഷേധത്തിൽ നിങ്ങൾ കുഫ്റുക്ക് പോയിട്ട് എത്താറ്. ഭയങ്കര ക്വസ്റ്റ്യൻ ആയിട്ടിക്കറിയില്ലേ. അപ്പൊ ഹദീസ് പഠിക്കരുത് യാറാ മുഖ്യമായതായ ഒരു കാര്യമായിട്ടിക്കർ, അഹമ്യത്ത് ചുമ്മ കൊടുക്കുന്നതായ ഒരു കാര്യമായിട്ടിക്കർ. അതെ, ഈ ഹദീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 4 കാര്യത്തെ മനസ്സിലാക്കണം. 4 കാര്യത്തെ മനസ്സിലാക്കണം. ഹദീസ് പഠിക്കുന്നതിൽ നിന്ന് കിട്ടത 4 കാര്യം. ഒന്നാമത്തത് ഹിഫ്ദുദ്ദീൻ, ദീനിനെ സംരക്ഷിക്കരേറ്റിക്കര് സുന്നത്തിനെ പഠിക്കുന്നതിലുള്ളത്. എന്തോ ദീനിനെ സംരക്ഷിക്കരേറ്റിക്കര് ഖുർആൻ പഠിക്കുന്നതിൽ ഹദീസ് പഠിക്കുന്നതിൽ നമുക്ക് കിട്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഇന്നാ നഹ്നു നസ്സൽന, നേരേറ്റും ഞങ്ങയിട്ടിക്കര് ഇറക്കല് എന്തോ الذിക്റ, ദിക്റിന്റെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ചെന്നാർ. ചില പണ്ഡിതന്മാർ ദിക്ർ ചെന്ന ഖുർആനായിട്ട് ചെന്നാർ, ചില പണ്ഡിതന്മാർ ചെന്നാർ ദിക്ർ ചെന്നിട്ടെങ്കിൽ റസൂലായിട്ടിക്കര്, ചില പണ്ഡിതന്മാർ ചെന്നാർ വഹിയായിട്ടിക്കര്. ഏതായെങ്കിലും വഹിയായിട്ടിക്കര് ദിക്ർ കൊണ്ട് ഉദ്ദേശം. ഇനി ഖുർആനായിട്ടിക്കർ ഉദ്ദേശം ആയിട്ടെങ്കിലും ഖുർആനെ ഞങ്ങൾ സംരക്ഷിക്കറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. അപ്പൊ ഖുർആൻ എന്തിനായിട്ടിക്കർ? വഹിയായിട്ടിക്കർ. ഖുർആന് വഹിയായിട്ടിക്കർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലിട്ടിട്ട് വഹിയായിട്ടിക്കർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയുടെ സംരക്ഷിക്കർ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഞങ്ങൾ എന്തിനാക്കറ? അതിന് ഞങ്ങൾ സംരക്ഷിക്കറ, ആ ദിക്റിനെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കറ. ഖിയാമത്ത് നാത്തോളം അത് ബാക്കിയാവുതാക്കറ അല്ലേ. അപ്പൊ വഹിയായിട്ടിക്കർ ഇത് ഈ ആയത്തിൽ അർത്ഥം സുന്നത്ത് വഹിയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക പറഞ്ഞത് വഹിയല്ലേ. ആർക്കെങ്കിലും അത് നിഷേധിക്കാറാ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നജ്മിൽ ചൊല്ലുന്നു, വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദേഹിച്ചുകൊണ്ട് പൽക്ക പറയില്ല. വമാ യൻതിഖു, പൽക്ക പറയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക പറയില്ല അനിൽ ഹവാ, വഹി വെച്ചിട്ട്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക പറഞ്ഞിട്ടെങ്കിൽ അത് വഹി മുഖേന മാത്രമേ എത്തിക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക പറഞ്ഞത് വഹി മുഖേന എത്തിക്കരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പൽക്ക പറഞ്ഞത് വഹിയിൽ എത്തിക്കരുതെങ്കിൽ ആ വഹിയെ സംരക്ഷിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുക. വഹിയെ സംരക്ഷിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുക. അപ്പൊ ഈ സുന്നത്തിലെ ഹദീസിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടെങ്കിൽ, ഹദീസ് ഞങ്ങൾ പഠിക്കില്ല ചെന്നിട്ടെങ്കിൽ വഹിയുടെ വിട്ടോനായ, വഹിയെ ഉപേക്ഷിച്ചോനായ, വഹിയെ മൂടുന്നത് തീരാത്ത കാര്യം എത്തിക്കരുത്. നീ ഓർത്ത് വഹീരെ ഉപേക്ഷിച്ചിട്ടെങ്കിൽ அவங்க എന്തിനെത്തിക്കരു ജീവിതത്തിൽ സംഭവിക്കരുത്? ദീന് പഠിക്കാത്തവനായിട്ടില്ല, ദീന്റെ വെറുത്താലായിട്ടില്ല. അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് അനുസരിക്കാത്തവനായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നതെത്തിക്കരു വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ അനുസരിക്കണം, പിൻപറ്റണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതീഉർ റസൂൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പൽക്കവും ഹദീസിലേക്കിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കൽപ്പനവും നിരോധനവും ഹദീസിലേക്കിട്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൽക്കേറ്റിട്ട്. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് എങ്ങനെ ഞങ്ങൾ ഹദീസിനെ തള്ളുക? അപ്പൊ ഒന്നാമത്തെ കാര്യം ഹിഫ്ദുദ്ദീൻ, സുന്നത്തിലേക്കിട്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സംരക്ഷിക്കൽ ഖുർആനിൽ മാത്രമല്ല സുന്നത്തുമായിട്ടിക്കര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലുന്നു, ഈ ഒരു ഇൽമിനെ, ഈ ഒരു ദീനിനെ, ഈ ഒരു ഹദീസിനെ ഈ വഹിക്കര ആൾമാർ അങ്ങ് വലിയ വലിയ പണ്ഡിതന്മാരായിട്ടിക്കറാർ. മാത്രമല്ല നല്ല നീതിമാറും ദീന്റെ ഗഹനമായിട്ട് പഠിച്ചത് ആൾമാരായിട്ടിക്കറാർ. അങ്ങ് എന്തിനാക്കറാർ? ഈ ദീനിൽ കണ്ടതായ, ഈ ദീനിൽ ഇല്ലാത്തതായ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടെങ്കും, ഈ ദീനിൽ ഇന്നതായ എന്തെങ്കിലും കൊറോടിയാക്കിയിട്ടെങ്കും അതിൽ സംരക്ഷിക്കറായിട്ടിക്കറാറ്, ഈ ദീനിൽ വഹിക്കറാங்க. അപ്പൊ ഈ ഹദീസിൽ വഹിക്കുന്നത് ആൾമാർ പണ്ഡിതന്മാരായിട്ടിക്കറാർ. ഈ ഹദീസിൽ വഹിക്കർ ചൊല്ലത് ഹിഫ്ദുദ്ദീൻ ആയിട്ടിക്കറാർ. ഇമാം
അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അയാൾ ചൊല്ലു അൽ ഇസ്നാദു മിനദ്ദീൻ, ഇസ്നാദ് ചൊല്ലത് ദീനിൽപ്പെട്ടതായിട്ടിക്കരുത്. അപ്പൊ ഇസ്നാദ് ഏതിലായിട്ടിക്കുള്ളൂ? ഹദീസിലായിട്ടിക്കരു സനദുല്ലേ. അപ്പൊ സനദിൽ സംരക്ഷിക്കുക. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് ചൊല്ലത് ദീനിൽപ്പെട്ടതായിട്ടിക്കരുത്. പിന്നെ അയാൾ ചൊല്ലു വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ഇനി സനദിലിത്ത് ഇല്ലാണ്ടെങ്കിൽ, ഒരു ഹദീസ് ഒരു സനദ് ഇല്ലാണ്ടെങ്കിൽ അവൻ ദീനിൽ ഉദ്ദേശിക്കണം എന്ത് വേണം ചൊല്ലാത്ത. അപ്പൊ ഇയാൾ ഈ ഒരു പൽക്കത്തിൽ ചൊല്ലേണ്ടത് ഹദീസ് അത് സനദിലൂടെ വന്നായിട്ടിക്കരെ, സനദ് ഉള്ളത് ചെന്നതായിട്ടിക്കരെ യഥാർത്ഥത്തിൽ ഹദീസ് നിലനിൽക്കുള്ള കാരണം. അപ്പൊ ഹദീസ് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ കിട്ടുന്നത് സനദിനത് കാരണമായിട്ടിക്കരെ. അപ്പൊ അക്വാലുൽ ഉലമാ, അത് അള്ളാഹും അള്ളാഹുടെ റസൂലും പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ച് ഒരു കാര്യമായിട്ടിക്കര് ഹദീസ് ഇന്നെങ്കിൽ ദീൻ യഥാർത്ഥത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേറ്റിക്കർ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമുക്ക് ഖുർആന്റെ യഥാർത്ഥ രൂപത്തിൽ ഫഹ്മാക്കുന്നുണ്ടെങ്കിൽ ഹദീസ് പഠിക്കണം. ഹദീസിരുന്ന കറക്റ്റ് മുറാജ ആക്കണം. ഹദീസിരുന്ന യാരത്തിൽ മുഖ്യ കൊടുക്കണം, അതിൽ പഠിക്കണം. അതിൽ പഠിക്കുക മുന്നോട്ട് പറഞ്ഞു ഇല്ലട്ടെ നമുക്ക് ഒരിക്കലും ഹദീസ് ഖുർആൻ പഠിക്കുകയല്ല. ഇനി ഖുർആൻ മാത്രമേ ചൊല്ലെങ്കിൽ നമുക്ക് ഖുർആന്റെ യഥാർത്ഥത്തിൽ വിശദീകരണം കിട്ടില്ല. ഇനി ആ ഖുർആന്റെ വിശദീകരിക്കുക ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ മേലായിട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ആ പണ്ഡിതന്റെ മുന്നോട്ട് പോയിട്ടെങ്കിൽ, സലഫി പണ്ഡിതന്റെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടുന്നോട്ടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കത്തിലേറ്റിട്ട്. അപ്പൊ ഹദീസ് ചൊല്ലത് ഖുർആന്റെ വിശദീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു, നിങ്ങൾ ഗീബത്താക്കുകയില്ല, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ ഗീബത്താക്കുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. അപ്പൊ ഇതിന് വിശദീകരണം ഗീബത്ത് എന്തിനായിട്ടിക്കര്, എന്നിട്ട് ഗീബത്തിട്ട് ഖുർആൻ മാത്രം പഠിച്ചപ്പോൾ പിടിയോറാം ഇല്ല, പിടിയോല്ല. കാരണം ഗീബത്ത് ചൊല്ലതിൽ വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടിക്കര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തതിൽ നീ ചൊല്ലല് അത് ഗീബത്തായിട്ടിക്കര്. അപ്പൊ ഏത് കാര്യം നോക്കിയിട്ടെങ്കും ഖുർആനിൽ മുജ്മലായിട്ട് വന്ന ഷോർട്ട് ആയിട്ട് വന്ന വിശദീകരിക്കുള്ളതായിട്ട് സുന്നത്ത്. രണ്ടാമത്തേത് ഖുർആന്റെ വിശദീകരിക്കൽ സുന്നത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വമാ അൻസൽനാ ഇലൈക الذിക്റ വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം ലഅല്ലഹും യതഫക്കറൂൻ. വഅൻസൽനാ ഇലൈക الذിക്റ, റസൂലേ നിങ്ങൾക്ക് ഞാൻ തരാക്കിയ ദിക്റിടെ ഞാൻ നിങ്ങൾക്ക് തന്നരാ, അതായത് സുന്നത്തിലെ ഹദീസിൽ ഞാൻ നിങ്ങൾക്ക് തന്നരാ. ലിതുബയ്യിന ലിന്നാസ്, എന്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നറോ, ആൾമാർക്ക് മനസ്സിലാവാത്തതായ കാര്യത്തെ വിശദീകരിച്ചു. ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം, ആൾമാർക്ക് ഇറക്കിയതായ ഖുർആൻ മനസ്സിലാവാത്തതിരെ, നമുക്ക് വ്യക്തമാവാത്തതിരെ വ്യക്താക്കുള്ളതായിട്ട് സുന്നത്ത്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിത്ലഹു മഅ. അലാ അറിയോ, ഇന്നി ഊതീതുൽ കിതാബ്, നക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വഹയായിട്ട് തന്നറ. വമിത്ലഹു മഅ, അതുപോലത്തത് നന്ദിക്ക് തന്നെ. അതായത് അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ ചൊന്നാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ ഖുർആനും ഹദീസും എന്താക്കിറ കൊടുത്തിരാൻ. അപ്പൊ ഈ ആയത്തും ഹദീസും അഖ്വാലുൽ ഉലമ ഇതിലെല്ലാം നമുക്ക് വ്യക്തമാവരുത്. ഹദീസ് പഠിക്കുന്നത് അത്ര മുഖ്യമുള്ളതായ കാര്യമായിട്ട് ദീനിൽ ഹദീസ് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധ്യമില്ല, ഒരിക്കലും സാധ്യമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ചൊല്ലുന്ന ഒരു പൽക്ക കാണാം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ചൊല്ലു, അതിൽ മോന് വസിയത്ത് കൊടുത്തു, നീന് ഹദീസിൽ പഠി മോനെ, നീൻ ഹദീസിൽ പഠി, യഥാർത്ഥ രൂപത്തിൽ പഠി. ആ ഹദീസിൽ എങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുക. കാരണം പണ്ഡിതന്മാർ അല്ല ആൾമാരെ റഈച്ചല്ലത് അതങ്ങനെ കേവലം അങ്ങനെ അഭിപ്രായം മാത്രമേ ഇട്ടിക്കരുത്. ഹദീസ് പഠിക്കുന്നതിലേക്കിട്ട് നിന്റെ ദീന് യഥാർത്ഥത്തിൽ സമാവരിച്ചു. നാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ആ ചെറിയ മോങ്ക് വിശദീകരിച്ചു കൊടുക്കും. ഇമാം അയ്യൂബ് അസ്സുഖ്തിയാനി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു, ഇദാ ഹദ്ദസ്ത الرجل بالسنة فقال دعنا من هذا وحدثنا عن القرآن فاعلم أنه ضال مضل. നാം അയ്യൂബ് അസ്സുഖ്തിയാനി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു, നീ ഒരാൾക്ക് സുന്നത്ത് ചൊല്ലുകൊടുത്ത ഹദീസിനെ വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ ചൊല്ല നക്ക് ഹദീസ് വേണ്ട, നീ ഖുർആൻ എടുക്കുമ്പോ ഈ ഹദീസ് മാത്രം ചൊല്ലെങ്കിൽ ഖുർആൻ എടുക്കുമ്പോ അവിടെ ചെന്നിട്ടെങ്കിൽ നീ മനസ്സിലാക്കണം അവൻ തീർത്തും ലാലിലേറ്റിക്കര്,
അവൻ മുതിലേറ്റിക്കര് യഥാർത്ഥത്തിൽ ദീനിൽ നിന്നും മാറിപ്പോയതായ വ്യതിചരിച്ചു പോയതായ അവന് ജിന്ദി കേട്ടിട്ട് മനസ്സിലാക്കുന്നുണ്ടോ നാം അയ്യൂബ് സഫ്തിയാനി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യ ഫഹ്മുൽ ഖുർആൻ മബ്നിയുൻ അല സുന്ന. മൂന്നാമത്തേത് ലബ്തുൽ ഫിഖ് വൽ ഫത്വ. നിങ്ങൾ ഫത്വ ഒരാൾ ഫത്വ കൊടുക്കുന്നെങ്കും ഒരാൾ ഫിഖ് പഠിക്കുന്നെങ്കും அவங்க അത് ക്ലിപ്തമാക്കുക അവിടെ സുന്നത്ത് വെച്ചിട്ടേക്ക് അല്ലെ. യഥാർത്ഥത്തില് ഖുർആൻ ചൊല്ലതായ ഈ ഖുർആൻ എല്ലാം വിശദീകരിച്ചിട്ടില്ല, എല്ലാ പൂർണ്ണമായിട്ടും വിശദീകരിച്ചിട്ട് ഖുർആനിലില്ല. ഒന്നൊന്നായിട്ട് ചിലത് മാത്രം, ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല പോയിന്റ് ആക്കിയിട്ട് മാത്രം ചെന്നത്, ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുന്നത് മാത്ര. എല്ലാ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടില്ല, വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. അത് കേട്ടിക്കര് ഫിഖിൽ അധികം അവലംബന ഹദീസ് കേട്ടിക്കര്. നോക്കൊരു ഫിഖിൽ ചില ഒരു ആയത്ത് ആയത്ത് മാത്രമേ ഹദീസ് ധാരാളിക്കര്. കാരണം ഹദീസിലേറ്റിക്കൊരു ഒരു ഫിഖ് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ ഒരു മസ്അലത്തിൽ പൽക്ക പറയണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ആയിട്ട് മാത്രമേ അല്ലാഹു പൽക്ക പറയേ, അതിൽ വിശദീകരിച്ച് പൽക്ക പറഞ്ഞത് സുന്നത്തെ എത്തിക്കര്, ഹദീസ് എത്തിക്കര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക എത്തിക്കര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവി ചരിത്ര എത്തിക്കര്. ഹദീസ് ഫിഖിൽ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഫിഖ് പഠിപ്പെട്ട മസ്അല വ്യക്തമാക്കി തന്നത്. അതേപോലെ ഫത്വ കൊടുക്കുന്ന ടൈമും ഒരാൾക്ക് ഫത്വ കൊടുക്കുന്ന ടൈമും യഥാർത്ഥത്തിൽ എല്ലാ ഫത്വവും ഖുർആൻ ഇക്കൊണ്ടില്ല, ആയത്തിക്കൊണ്ടില്ല. മാത്ര യാരത്തെ ആ ഫത്വ എന്തിരിക്കര്, ഹദീസിക്കര്. കാരണം ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വ്യക്തമാക്കി തന്നതായ ഒരു കാര്യത്തിക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യം നിങ്ങൾക്ക് എത്തിപ്പെട്ടില്ല അതിൽ നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ എടുക്കൂ. വമാ നഹാകും അൻഹു, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ നിരോധിച്ചില്ല ഫൻതഹൂ, നിങ്ങൾ അതിൽ വെടിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വ്യക്തമാക്കി ചെന്നിരിക്കുന്നു. പിന്നൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, നിങ്ങളുടെ വിഷയത്തിൽ എന്നെ തർക്കമായിട്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഏതോ ഒരു വിഷയത്തിൽ തർക്കമായിട്ടെങ്കിൽ അത് ഏത് മസാലവാട്ട് നിങ്ങൾ എവിടെ മടുക്കണം, അള്ളാഹുവും അള്ളാഹുടെ റസൂലുമായിട്ടിക്കര്. എന്തോ അള്ളാഹുവും അള്ളാഹുടെ റസൂൽ കേട്ടിക്കര്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കം വന്നിട്ട് മടക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂര ഖുർആനിൽ മാത്രം നക്ക് മാത്രം മടക്കുള്ളൂ, അള്ളാഹു മാത്രം മടക്കുള്ളൂ ചൊല്ലില്ല. ഈ ഖുർആൻ ഓതിട്ടെങ്കിൽ ഖുർആൻ മാത്രമായി ചൊല്ലത് ആൾമാർക്ക് റദ്ദായിട്ടിക്കര്. ഖുർആൻ മൊത്തം എടുത്ത് നോക്കിട്ടെങ്കിൽ ഖുർആൻ എന്തായിട്ടിക്കര്, ഖുർആനിക്ക് റദ്ദായിട്ടിക്കര്. അങ്ങനെ ഒരു സ്ഥാനത്തും ഈ ഖുർആൻ പറ്റില്ല. എത്ര ആയത്തും ഹദീസ് ഏറ്റിക്കര് അല്ലാഹു സുബ്ഹാനഹു, എത്ര ആയത്തേറ്റിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസ് ബാനത്ത് ജീവിക്കറക്ക് റദ്ദ് കൊടുത്തത്, മറുപടി കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് മാത്രമല്ല താക്കീതും കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനക്ക് എതിരോടെ ആൽമാർ അങ്ങ് താക്കീത് ജാഗ്രത കൈവെക്കട്ടെ. ഈ പൽക്കത്തെ വിശദീകരിച്ച് ചില ആൾമാർ ചെന്നാറ്, ഈ പൽക്ക എങ്ങനെ പിടിയുണ്ടാ, നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് എതിർത്തിട്ട് ഒരാൾ ചൊല്ലല്ലേ, ജാഗ്രത പോയി ഇക്കങ്ങത്ത് കിട്ടു, നിന്റെ ഇങ്ങനെ ആക്രമിച്ചു കൊടുത്ത പേടിപ്പെട്ടില്ലേ. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയ്ക്ക് എതിരായ കൊടുത്തതായ പൽക്കയ്ക്ക് ഫല്യഹ്ദർ, ജാഗ്രത പോയി. അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയ്ക്ക് എതിരോടാണ് ജാഗ്രത വെക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, എന്തിരേറ്റിക്കര് அவங்க ഫിത്നയെ ബാധിക്കരുത്. ഇതിൽ വിശദീകരിച്ചിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു ഫിത്ന ചൊല്ലുന്നത് ഷിർക്കായിട്ടിക്കര്, അല്ലെങ്കിൽ നിഫാഖായിട്ടിക്കര്, അല്ലെങ്കിൽ ഫിസ്കായിട്ടിക്കര്, അല്ലെങ്കിൽ കുഫ്റായിട്ടിക്കര് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എതിർക്കരക്ക് അത്ര ശക്തമായിട്ട് അതിശക്തമായിട്ട് എതിർത്തതായ അതിശക്തമായിട്ടും താക്കീത് കൊടുത്തതായ കലാമേറ്റിക്കർ അല്ലാഹു. ഈ കലാമിന്റെ പിടിച്ചിട്ടേറ്റിക്കർ നമുക്ക് ഹദീസ് വേണ്ട ഖുർആൻ മാത്രമായിട്ട് ചില ആൾമാർ രംഗത്ത് വന്നത്. നാലാമത്തെ കാര്യം എന്താ ചെന്നിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിലും റസൂലും സുന്നത്തിലും വ്യക്തമാക്കിയതായിട്ട് നാലാമത്തെ കാര്യത്തിൽ ഒരാളുടെ മനസ്സ് ശുദ്ധിയാവുന്നുണ്ടായെങ്കിൽ, ഒരാളുടെ മനസ്സ് ശുദ്ധിയാവുന്നുണ്ടായെങ്കിൽ, ആ മനസ്സിക്ക് തസ്കിയ കിട്ടുന്നുണ്ടായെങ്കിൽ നമുക്ക് ഹദീസ് നിർബന്ധമായിട്ട് നോക്കൊരു ബിസ്സത്ത് മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു കഹ്ഫിൽ അല്ലാഹു ഒരു ആയത്ത് ചൊല്ലുന്നു, അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, സമ്പത്തും സന്താനവും അത് ദുനിയാവൊരു ചന്തയിട്ടിക്കര്. എന്തോ ദുനിയാവൊരു
ചന്തയിട്ടിക്കർ എന്തിന് സമ്പത്തും സന്താനവും. വൽ ബാഖിയാത്ത് അസ്സാലിഹാത്ത്, എപ്പോഴും ബാക്കിയതായ സാലിഹായ അമാൽ ഖൈറുൻ ഇൻദ റബ്ബിക്. ഈ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ബാഖിയാത്തു സാലിഹാത്ത് ഇതിൽ വിശദീകരിച്ചത് ഫസ്റ്റ് ആരായിട്ട് വിടുണ്ട. ഈ ആയത്തിലെ ഫസ്റ്റ് വിശദീകരിച്ചത് റസൂലായിട്ടേക്ക്. ഈ ആയത്തിൽ നമുക്ക് തസ്കിയത്തുൻ നഫ്സായിട്ടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ബാഖിയാത്തു സാലിഹാത്ത് വിശദീകരിച്ചത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹിയൽ ബാഖിയാത്ത് അസ്സാലിഹാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 5 അദ്കാർ ഉണ്ടല്ലേ, ഇത് ബാക്കിയായ അമലേറ്റിക്കർ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ തസ്കിയത്തുൻ നഫ്സ് തന്റേതായ ഒരു പണിയും ഹദീസ് കൊണ്ടു. ഇത്തരത്തിലുള്ളതായ ഷോർട്ട് ആയിട്ട് 4 വിഷയം മാത്രം ഏറ്റിക്കരുത്. ഇനിയും ഹദീസിന്റെ മഹത്വത്തിലുള്ള ചൊങ്ങുണ്ടു. ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഗ്രഹിക്കാത്ത പോലും പലതും ഞങ്ങൾ ഈ ഹദീസിന്റെ മഹത്വത്തിലുണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഹദീസ് പഠിക്കുന്നതായ ആൾമാർ, ഹദീസിനെ സംരക്ഷിക്കുന്നതായ ആൾമാരാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. അള്ളാഹുടെ റസൂലിന്റെ ഹദീസ് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുന്നതായ, അത് വേറെ പഠിപ്പാട്ട് കൊടുക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസ്, നദ്ദറല്ലാഹു മ്റഅൻ സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഗഹു കമാ സമിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആത്തെ ഒരിക്കലും അല്ലാഹു തല്ലല്ല. അതിന് അസർ സഹാബികളുടെ ജീവിതത്തിനിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അള്ളാഹു നന്റെ നിട്ട് എന്തെങ്കിലും കേൾക്കാം, ഏതോ ഒരു ഹദീസ് കേട്ട, എന്റെ ആയത്ത് കേട്ട ഇക്കട്ടെ, അതിനും വേറെ കേട്ട് ഫലം എക്സ്പെർട്ടൻ്റ് ആയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കട്ടെ. പണ്ഡിതന്മാർ ചൊന്നാർ ആരെ മുഖ പ്രകാശമാവുന്നുണ്ടായെങ്കിൽ അവൻ ഹദീസ് പഠിക്ക പോകുന്നിട്ടേക്കര്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത്ര മഹത്വമുള്ള അവർ കാര്യമായിട്ടേക്കര് ഹദീസ് പഠിക്കൽ ചൊല്ലത്. ഹദീസിനെ നിഷേധിക്കുന്നതും ഹദീസിനെ കൊച്ചായിട്ട് കണ്ടതും കുഫ്രായിട്ടേക്കര്, അത് ദീനിനെത്തും പുറത്താക്കുള്ളത് കാരണമായിട്ട് തീർന്നിട്ടേക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ടും താക്കീതാക്കി തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഹദീസിലെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾമാറിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹദീസിൽ മുന്നോട്ട് പണ്ഡിതന്മാർ എങ്ങനെ സംരക്ഷിച്ചിരാറാം ഇലലും അതേപോലെ അത് റിജാലും എല്ലാം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ രൂപത്തിൽ മുഹദ്ദിസായിട്ട് ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.